നമസ്കാരം. വെന്തുരുകി രാജ്യം. താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തും. കൊടും ചൂടിൽ ഇപ്പോൾ വെന്തുരുകുകയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ. കാരണം രാജ്യത്തെ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യമാകെ ഇപ്പോൾ ഉഷ്ണതരംഗ ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉഷ്ണതരംഗം രൂക്ഷമായതിനെ തുടർന്ന് 4 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2-3 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കിഴക്കേ ഇന്ത്യയിലാകട്ടെ ബുധനാഴ്ച വരെ തീവ്രമായിട്ടുള്ള ചൂട് പ്രതീക്ഷിക്കുന്നതായിട്ടും തെക്കൻ മേഖലകളിൽ അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉയർന്ന താപനില തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെലങ്കാന, അതുപോലെ തന്നെ കർണാടക, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, ഗുജറാത്ത്, സിക്കിം, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ആന്ധ്രയിലെ കലൈകുണ്ട, അതുപോലെ തന്നെ കണ്ടല പ്രദേശത്താണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില. സാധാരണയിൽ നിന്നും 8 ഡിഗ്രി കൂടുതലായിരുന്നു ഇത്. ആന്ധ്രയിലെ നന്ദിയാൽ നഗരത്തിൽ 45 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന താപനില. രാജ്യത്തെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ഉയർന്ന താപനില ഒഡീഷയിലെ ബരിവാഡയിലാണ് രേഖപ്പെടുത്തിയത്. 44 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. 4ാമത്തെ ഉയർന്ന താപനില ബീഹാറിലെ ഷെയ്ഖ്പുരയിൽ 44 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഉഷ്ണതരംഗം രൂക്ഷമായതോടെ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും ജനങ്ങളെല്ലാവരും തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിൽ 2 ദിവസം രാത്രിയിലെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന സാഹചര്യത്തിൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ അതുപോലെ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉഷ്ണതരംഗമുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും അതുപോലെ തന്നെ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അതുപോലെ തന്നെ അഗ്നിശമന സേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, അതുപോലെ തന്നെ SPC തുടങ്ങിയവയുടെയൊക്കെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും അതുപോലെ ഡ്രില്ലുകളുമൊക്കെ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഒഴിവാക്കേണ്ട ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവരെല്ലാം തന്നെ ഇതനുസരിച്ചുള്ള ജോലി സമയം നിങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. ഇനി അതുപോലെ ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടേണ്ടതാണ്. ഇവ മേൽക്കൂരയായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാ പൊതുജനങ്ങളും കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. കലാകായിക മത്സരങ്ങൾ, അതുപോലെ പരിപാടികൾ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നിർബന്ധമായിട്ടും നടത്തരുത്. ഉച്ചവെയിൽ സമയത്ത് കന്നുകാലികളെ മേയാനും വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം തുടങ്ങിയവയാണ് ഇപ്പോൾ പ്രധാന നിർദ്ദേശം പൊതുജനങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എല്ലാ പ്രേക്ഷകരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.